ഈ ഒരു വ്ളോഗിൽ ഈദിൻ്റെ വിശേഷങ്ങളും പിന്നെ അതിന് ശേഷം പിറ്റേന്ന് നമ്മൾ കരിയാത്തുംപാറ പോയിനു. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളും ഒക്കെ കൂടി ചേർത്തൊരു വ്ളോഗാക്കിയിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ, അതായത് ഈദിൻ്റെ ആ ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ് അല്ലേ, എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, ഇഷ്ടപ്പെട്ടൊരു ഡേ ആണ് ഈദ് ഡേ എന്ന് പറയുമ്പോൾ. അപ്പോൾ പുതിയ ഡ്രസ്സ്, പിന്നെ അടിപൊളി ഫുഡ്, അതായത് സ്പെഷ്യലി ആയിരിക്കും അന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ. പിന്നെ നേരത്തെ എണീക്കൽ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാനും നേരത്തെ എണീച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഈ തവണ ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ ഉപ്പയാണ് ഗൈസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്ലേസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പൻ്റെ മൂത്തമ്മൻ്റെ വീട്ടിലേക്കാണ് ഗൈസ്. പിന്നെ അവിടെ കസിൻസ് എല്ലാവരും വന്നിരുന്നു. അങ്ങനെ ഇതിൻ്റെ അനിയത്തിൻ്റെ പെരുന്നാൾ ഡ്രസ്സല്ല, ആക്ച്വലി ഓൾഡ് ഡ്രസ്സിൽ എന്തോ സംഭവിച്ചു, കാരണം എന്തോ അയച്ച് വേറൊരു ഡ്രസ്സ് ഇട്ടാണ് അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി. ഇതാണ് ഗൈസ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഷോർട്ട് കുർത്ത പ്ലസ് ബാഗി പാൻറ്റാണ് ഞാൻ എടുത്തത്. അങ്ങനെ നമ്മൾ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ഗൈസ്. ബിരിയാണി ചെമ്പ് പൊട്ടിച്ച ശേഷം എന്താ ചെയ്യുക, ബിരിയാണി കഴിക്കാതല്ലേ, ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തവണ ഗൈസ് ഈ ഒരു ഇതിന് പിക്സ് ഒന്നും എടുത്തില്ലേനോ ഒന്ന്, കാരണം പിറ്റേന്ന് നമ്മൾ കരിയാത്തുംപാറ പോകും. അത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാന്നുള്ള പ്ലാനില്ല. അതാണ് ഇങ്ങനെയുണ്ട് ബുദ്ധി, അതന്നെ. അപ്പോൾ ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മൻ്റെ വീട്ടിലേക്കായിരുന്നു പിന്നെ പോയത്. നമ്മൾ വൈകുന്നേരം പിന്നെ അവിടേക്ക് പോയി. അവിടുന്ന് നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് പോയിനുണ്ടായത്. അതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ, അടിപൊളിയേനും. മാങ്ങ കഴിച്ചു, പിന്നെ ഇതായി ഒരു സ്നാക്സൊക്കെ കഴിച്ച്. ഈ തവണ ബീച്ചിൽ പോയിട്ടില്ല ഗൈസ്. ഇതൊക്കെ ഭയങ്കര കഴിഞ്ഞ തവണ പോയിന്, ഈ തവണ പോയില്ല. സങ്കടമൊന്നുമില്ല, നല്ലൊരു വിഷമം. അങ്ങനെ പിറ്റേ ദിവസം ഗൈസ് നമ്മൾ കരിയാത്തുംപാറ ട്രിപ്പ് പോവാണ് ഗൈസ്. കസിൻസും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ട്രിപ്പ് ചെയ്യുന്നത്. അടിപൊളിയാണ് ഗൈസ്. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ കേട്ടോ, ഒരു 8 സംതിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കരിയാത്തുംപാറ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ പോയിട്ടില്ല, പോകണം, അത്ര അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഗൈസ് ഒരു കട കണ്ട്, കപ്പ ബിരിയാണി ഇതൊക്കെ പറയുന്ന കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴല്ലേ മനസ്സിലായത് ഗൈസ് അവിടെ ഒന്നും ഇല്ലേനും. നമ്മൾ ശശിയായിപ്പോയി. അവിടെ മറ്റേ ചെറിയ ചെറിയ മിഠായിയും ഇതൊക്കെയും. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഗൈസ്, കരിയാത്തുംപാറ എത്തി. കരിയാത്തുംപാറ എക്സ്പെൻസീവ് വല്ലാത്തൊരു പ്ലേസാണ്. അതായത് നമുക്ക് കയറാൻ ഓവർ പൈസൻ്റെ ഒരു ആവശ്യമില്ല, അഫോർഡബിളാണ്. ഒരാൾക്ക് കയറാൻ 30 രൂപ മതി. എന്തായാലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും അഫോർഡബിളാണ് ഗൈസ്. നമുക്ക് ഇപ്പോൾ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അത്രയും അടിപൊളി പ്ലേസാണ്. നമുക്ക് വെള്ളത്തിൽ കളിക്കാം, അതൊക്കെ നമ്മളിവിടെ ചെയ്തിരുന്നു. നല്ല കളിയേനു. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ പോയപ്പോൾ കുറേ ഫോട്ടോസാണ് ആദ്യം എടുത്തത്. പിന്നെ കുറേ നേരം വെള്ളത്തിൽ കളിച്ച്. പിന്നെ ഗൈസ് അതിൻ്റെ അവിടേക്ക് കുറേ പ്ലേസ് ഉണ്ട് കാണാനുള്ള. അവിടേക്കൊന്നും നമ്മൾ പോയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഫസ്റ്റ് തന്നെ പോയപ്പോൾ ഫോട്ടോസ് എടുത്ത് പിന്നെ വെള്ളത്തിലിറങ്ങി. അതേനു അവിടെ സംഭവിച്ചത്. നമ്മൾ ഒരു ടൈം ഉണ്ടാവില്ല, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കും പോയി. സോ സാഡ്. ഇനി അടുത്ത തവണ ഒന്നും കൂടി പോകണമെന്നൊക്കെയാണ് നമ്മൾ പ്ലാന്. എന്തായാലും ഈ ഒരു അടിപൊളിയേനും. മെയിനായിട്ട് വെള്ളത്തിൽ കളിച്ചതാണ് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോ എടുത്തതും ഇതൊക്കെ അല്ലാണ്ട് പിന്നെ എന്താണ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ, ഫോട്ടോ എടുത്താലല്ലേ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിതാക്കാൻ പറ്റൂ. അതൊക്കെ മെമ്മറീസ് ഗൈസ്. ആ ടൈമിൽ നല്ല മഴയൊക്കെ പെയ്തിനു, എന്നാലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഇടയിൽ ലോഡഡ് ഫ്രൈസും കഴിച്ചിട്ടാണ് പോയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.